വാസുദേവായ. ദശമസ്കന്ധ അഥ षट्चत्वारिंशत्तमोऽध्याय. श्रीशुकोवाच. वृष्णीनां प्रवरो मन्त्री कृष्णस्य दयिदसखा शिष्यो बृहस्पते साक्षात् उद्धवो बुद्धिसत्तमा तमाह भगवान् प्रेष्ठं भक्तमेकान्तिनं क्वचिन् गृहीत्वा पाणिना पाणिं प्रपन्नार्तिहरो हरि. गच्छोद्धव व्रजं सौम्य पित्रो नो प्रीतिमावह गोपीनां मद्वियोगाधिं मत्सन्देशैर्विमोचयां तामन्मनस्का मत्प्राणा मदर्थे त्यक्तदैहिका मामेव दयितं प्रेष्ठम् आत्मानं मनसा गता ये त्यक्तलोकधर्माश्च मदर्थे तान् बिभर्म्यहं मयिता प्रेयसां प्रेष्ठे दूरस्थे गोकुलस्त्रिया स्मरन्त्योऽङ्ग विमुह्यन्ति विरहौत्कण्ठ्यविह्वला धारयन्त्यधिकृच्छ्रेण प्राणान् कदञ्चन प्रत्यागमनसन्देशेन वल्लव्यो मे मदात्मिका. श्रीशुक उवाच. इत्युक्त उद्धवो राजन् सन्देशं भर्तुराधृता आदाय रथमारुह्य प्रययो नन्दगोकुलं. प्राप्तो नन्दव्रजं श्रीमान् निम्लोचति विभावसौ छन्नयान प्रविशतां पशूनां खुररेणुभिः वासिदातेऽभियुध्यद्भिर्नातिदं शुष्मिभिर्वृषैः धावन्तीभिश्च वाश्राभिर्ऊधो भारे स्ववल्सकान् इतस्ततो विलम्गद्भिर्गोवत्सैर्मण्डितं सिते गोदोहशब्दाभिरवं वेणूनां निस्वनेन च गायन्तीभिश्च कर्माणि शुभानि बलकृष्णयोः स्वलं कृताभिर्गोपीभिर्गोपीश्च सुविराजितम् अग्न्यर्काधिति गोविप्र पितृदेवार्चनान्युते धूपदीपेश्च माल्येश्च गोपावासिर्मनोरमम् सर्वद पुष्पितवनं द्विजालिकुलनातितं हंसकारण्डवाकीर्णे पद्मषण्डेशमण्डितं तमागतं समागम्य कृष्णस्यानुचरं प्रियं नन्दः प्रीतः परिष्वज्य वासुदेवधियार्चयन् भोजितं परमान्नेन संविष्टं कशिपो सुखं गतश्रमं पर्यपृच्छन् पादसंवाहनादिभिः कच्चिदङ्ग महाभाग सखा न शूरनन्दन आस्ते कुशलापत्याधिर्युक्तो मुक्तः सुहृदा दिष्ट्या कंसो हतः पाप सानुग स्वेन पाप्मना साधूनां धर्मशीलानां यदूनां द्वेष्ट्यः सदा अभिस्मरति नः कृष्णो मातरं सुहृदः सखीन् गोपान् व्रजं चात्मनाथं गावो वृन्दावनं गिरिम् आप्यायास्यति गोविन्द स्वजनान् सकृदीक्षितुं तर्हि द्रक्ष्याम तद्वक्त्रं सुनसं सुस्मितेक्षणं दावाग्निर्वादवर्षाच्च वृषसर्पाच्च रक्षिता दुरत्ययेभ्यो मृत्युभ्य कृष्णेन सुमहात्मना
സ്മരതാം കൃഷ്ണവീര്യാണി ലീലാവാംഗനിരീക്ഷിതം ഹസിതം ഭാഷിതം ചാംഗ സർവാന്ന ശിഥിലാ ക്രിയാഃ സരിച്ഛൈലവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ ആക്രീഡാൻ ഈക്ഷമാണാനാം മനോ യാതി തഥാത്മതാം മന്യേ കൃഷ്ണം ച രാമം ച പ്രാപ്താ വിഹസുരോത്തമോ സുരാണാം മഹദർത്ഥായ ഗർഗസ്യ വചനം യഥാ കംസം നാഗായുധപ്രാണം മല്ലോ ഗജപതിം തഥാ അവധിഷ്ഠാം ലീലയൈവ പശൂനിവ മൃഗാധിപാ താലത്രയം മഹാസാരം ധനുർയഷ്ടിമിവേഭരാട് ഭഭഞ്ജേകേന ഹസ്തേന സപ്താഹമദദാൻ ഗിരിം പ്രലംഭോ ദേനികോരിഷ്ടതൃണാവർത്തോപഗാദയ ദൈത്യാസുരാസുരചിതോ ഹതായേനേഹ ലീലയാ. ശ്രീശുക ഉവാച ഇതി സംസ്മൃത്യ നന്ദകൃഷ്ണാനുരക്തധീ അത്യുത്കണ്ഠോऽഭവത്തൂഷ്ണീം പ്രേമ പ്രസരവിഹ്വല യശോദാ വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്തശൃണ്യവാസ്ത്രാക്ഷിൽ സ്നേഹസ്നുതപയോധരാ തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹുദ്ധവോ മുദാ. ഉദ്ധവ ഉവാച യുവാം ശ്ലാഘ്യതമോ നൂനം ദേഹിനാം ഇഹ മാനദാ നാരായണേ അഖില ഗുരോ യൽകൃതാ മതിരീദൃശീ ഏതോ ഹി വിശ്വസ്യ ച ബീജയോനി രാമോ മുകുന്ദ പുരുഷപ്രധാനം അന്വീയ ഭൂതേഷു വിലക്ഷണസ്യ ജ്ഞാനസ്യ ചൈഷാദ ഇമോ പുരാണോ യസ്മിൻ ജന പ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ്യ മനോ വിശുദ്ധം നിർഹൃത്യ കർമാശയമാശുയാതി പരാഹം ഗതിം ബ്രഹ്മമയോർക്കവർണ തസ്മിൻ ഭവന്ത്വാഖിലാത്മഹേതോ നാരായണേ കാരണമർത്യമൂർത്തോ ഭാവം വിദത്താം നിതരാം മഹാത്മൻ കിം വാവശിഷ്ടം യുവയോ സുഹൃത്യം ആഗമിഷ്യത്യധീർഘേണ കാലേന വ്രജമച്യുത പ്രിയം വിദാസ്യതേ പിത്രോൻ ഭഗവാൻ സാത്വതാം പതി ഹത്വാ കംസം രംഗമധ്യേ പ്രദീപം സർവസാത്വതാം യദാഹവാ സമാഗത്യ കൃഷ്ണ സത്യം കരോതി തൽ മാഖിദ്യതം മഹാഭാഗോ ദ്രക്ഷ്യത കൃഷ്ണവന്തികേ അന്തർഹൃദി സഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി നഹ്യസ്യാസ്തി പ്രിയ കശ്ചിൻ നാപ്രിയോ വാസ്ത്യമാനിന നോത്തമോ ന അധമോ നാപി സമാനസ്യാസമോപി വാ ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുതാതയാ നാത്മീയോ ന പരശ്ചാപി ന ദേഹോ ജന്മ ഏവ ച ന ചാസ്യ കർമ്മ വാ ലോകേ സദസന്മിശ്രയോ നിശോ ക്രീഡാർത്ഥേ സോപി സാധൂനാം പരിത്രാണായ കൽപ്പതേ സത്വം രജസ്തമൈധി ഭജതേ നിർഗുണോ ഗുണാൻ ക്രീഡന്നതീതോത്ര ഗുണൈ സൃജത്യവതി ഹന്ത്യ ച യഥാ ഭ്രമരികാ ദൃഷ്ട്യാ ഭ്രാമ്യതീവ മഹീയതേ ചിത്തേ കർത്തരി തത്രാത്മാ കർത്തേവാഹം ധിയാ സ്മൃത യുവയോരേവനേവായമാത്മജോ ഭഗവാൻ ഹരി സർവേഷാമാത്മജോ ഹ്യാത്മാ പിതാ മാതാ സ ഈശ്വര
ദൃഷ്ടം ശ്രുതം ഭൂതഭവൽ ഭവിഷ്യൽസ്താസ്നുശ്ചരിഷ്ണുർ മഹദൽപകം ച വിനാച്യുതാൽ വസ്തുതരാം ന വാച്യം സയേവ സർവം പരമാർത്ഥഭൂത ഏവം നിശാസാ ഭ്രുവതോർവ്യതീത നന്ദസ്യ കൃഷ്ണാനുചരസ്യ രാജൻ ഗോപ്യ സമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തുൻ സമഭ്യർച്യ ദധീന്യമന്ധൻ താദീപദീപ്തേൻ മണിഭിർവിരേജോ രജ്ജുൻ വികർഷൽ ഭുജകങ്കണശ്രജ ചലന്നിദംബസ്തനഹാരകുണ്ഡല തുഷൽകപോലാരുണകുങ്കുമാനനാം ഉദ്ഗായതീനാം അരവിന്ദലോചനം പ്രജാങ്കനാനാം ദിവമസ്പൃശധ്വനിം ദഗ്നശ്ച നിർമന്ധന ശബ്ദമിശ്രിതോ നിരസ്യതേ യേന ദിശാം അമംഗളം ഭഗവദ്യുധിതേ സൂര്യേ നന്ദധ്വാരി വ്രജൗകസാ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചാബ്രുവൻ അക്രൂരാഗത കിം വാ യക്കംസസ്യാർത്ഥസാധക യേന നീതോ മധുപുരീം കൃഷ്ണകമലലോചന കിം സാധയിഷ്യാത്യസ്മാഭിർഭർത്തും പ്രേതസ്യ നിഷ്കൃതിം ഇതി സ്ത്രീണാം വദന്തീനാം ഉദ്ധവോഹാൽ കൃതാന്നിക. ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദശോകാപനയനം നാമ ഷഡ്ചത്വാരിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാഗവതത്തില് ദശമസ്കന്ധത്തില് 46-ാമത്തെ അധ്യായമാണ് ഇവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിഷയം ഭഗവാൻ ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിടുന്നതായ ഭാഗവും അവിടെ എത്തി വൃന്ദാവനത്തിലെത്തിയതായ ഉദ്ധവര് ഗോപസ്ത്രീകളെയും നന്ദഗോപരെയും യശോധയെയും സാന്ത്വനിപ്പിച്ച് പരമാർത്ഥ തത്വത്തെ അറിയിപ്പിക്കുന്നതായ ഭാഗമാണ് ഈ 46-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനോടാണ് ബന്ധമുണ്ടായിരുന്നത്. കൃഷ്ണൻ അവരെ ആകർഷിച്ച് പരമപ്രേമമുണ്ടാക്കി അവരുടെ ആ പ്രേമത്തെ ഭഗവാനിലേക്ക് ആകർഷിച്ച് അവർക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതായ ഒരു ഭാവം അങ്ങനെ ഭഗവാൻ അവരിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏർപ്പെട്ടതായ ഭഗവാൻ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതായ ആ ഭാവം ഏർപ്പെടുത്തി ഭഗവാൻ അവരെ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അവർക്ക് കൃഷ്ണന്റെ രൂപത്തില് ഭാവത്തില് പൂർണ്ണമായിട്ടും ഗോപികമാര് അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടതായ ആ സമയത്താണ് കൃഷ്ണൻ മാത്രം ഗതി എന്ന് വിചാരിക്കുന്നതായ നിലയിലാണ് അവിടെ വന്ന് അക്രൂരര് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഗോപികമാര് ബ്രഹ്മാവിനെ പോലും ചീത്ത പറയുന്നതായ ഭാഗമുണ്ട്. അഹോ വിദാദാ സ്തവന കൊജിൽദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിന. ഹേ ബ്രഹ്മാവേ, അങ്ങക്ക് ഇത്ര ദയയില്ലാതെ പോയല്ലോ, കൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് പിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കരയുന്നുണ്ട്. ഈ അക്രൂരനല്ല അതിക്രൂരനാണ് എന്ന് പറഞ്ഞ് കരയുന്നതായ അവരെ ഭഗവാൻ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേഗത്തിൽ തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നത്.
ഇപ്പോൾ ഗോപികമാർക്ക് മനസ്സു മുഴുവനും ഭഗവാൻ വരും വരും എന്നതായ ആ കാത്തിരിപ്പോട് കൂടിയിട്ട് അവര് ഇരിക്കുന്നതായ അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയതായ സമയത്ത് ഭഗവാൻ തനിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളതായ ഉദ്ധവരെ അടുത്തേക്ക് വിളിച്ച് ഉദ്ധവരോട് ഭഗവാൻ പറയാണ്. ആരാണ് ഉദ്ധവര്? അതിമഹത്തായ ഒരു വിശേഷണം ഇവിടെ വ്യാസഭഗവാൻ നൽകിയിട്ടുണ്ട് ഉദ്ധവർക്ക്. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിതസഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസന്തമാ. ആരാണ് ഉദ്ധവര്? ഉദ്ധവോ ബുദ്ധിസത്തമാ, ബുദ്ധിസത്തമനായ ഉദ്ധവര്. ബൃഹസ്പതേ സാക്ഷാൽ, ബൃഹസ്പതിയുടെ ശിഷ്യൻ കൂടിയാണ് ഈ ഉദ്ധവൻ. അങ്ങനെയുള്ളതായ ആ ഉദ്ധവരെ വിളിച്ച് ഉദ്ധവരെ കൈ പിടിച്ചുകൊണ്ട് ഗൃഹീത്വാ പാണിനാ പാണിം, ഉദ്ധവരോട് പറയാണ്, ഗച്ഛോദ്ധവ വ്രജം സൗമ്യ പിത്രോർനോ പ്രീതിമാവഹ ഗോപീനാം മദ്വിയോഗാധിം മത്സന്ദേശേ വിമോചയ. ഉദ്ധവ, അങ്ങ് വ്രജത്തിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഞാനൊരു സന്ദേശം അങ്ങേക്ക് തന്നയക്കാം. അത് ഗോപസ്ത്രീകൾക്ക് കൊടുക്കണം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സമ്പ്രദായം ഇവിടെ ഭാഗവതത്തിൽ കൂടി വ്യാസര് നമുക്ക് കാണിച്ചു തരികയാണ്. ആധ്യാത്മിക രഹസ്യം ഇവിടെ പറഞ്ഞു, അല്ലെങ്കിൽ വെളിപ്പെടുത്തി തരുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് ആ ഭഗവാന്റെ ഒരു ദർശനം, ആനന്ദം, ഇതെല്ലാം ഭഗവാൻ ഭക്തന് കൊടുക്കും. എവിടെ വെച്ചിട്ടെങ്കിലും, അതായത് എവിടെ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ സന്നിധിയിലോ മഹാക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ജീവന് ഈ അധ്യാത്മാനുഭവം ഉണ്ടാകും എന്നുള്ളതായ, അതായത് പരമമായ ആനന്ദം, ആ ആനന്ദ അനുഭൂതി ഉണ്ടാകും എന്നുള്ളതാണ്. അത് ജീവൻ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതാണ്. അതാണ് രാസക്രീഡയായിട്ട് നമുക്ക് അവിടെ കാണിച്ചു തന്നത്. ആ രാസക്രീഡ ഏർപ്പെട്ടതിന് ശേഷം ഈ ജീവനെ വിട്ടുപിരിയും ഭഗവാൻ തൽക്കാലത്തേക്ക് എന്നും അവിടെ കാണിച്ചു തരുന്നത്. അപ്പോഴേക്ക് ഈ ജീവൻ വിരഹം കൊണ്ട് തുടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ജീവൻ തുടിക്കുന്നതായ സമയത്ത് ഈ ആനന്ദം ലഭിച്ചതുകൊണ്ട് ഇനി ലോകത്തിലുള്ളതായ ഒരു വസ്തുവിനും ഈ ജീവനെ ആകർഷിക്കാൻ സാധിക്കില്ല. എല്ലാ വസ്തുക്കളോടും ഒരു വെറുപ്പ് അവിടെ കൈവരിക്കും. ഈ ആനന്ദത്തെ മാത്രം ഇനി തനിക്ക് അടയണം എന്നുള്ളതായ ഒരു ഉത്കടമായിട്ടുള്ളതായ ദാഹം ഈ ജീവനില് പതുക്കെ പതുക്കെ ഉണ്ടാവുകയാണ്. ആ ആദി ഉണ്ടാകുമ്പോൾ ഭഗവാൻ അവിടെ നേരിട്ട് വരില്ല, പകരം ഒരു ഗുരുവിനെ അവിടെ അയക്കും. ഗുരുവിനെ വിട്ട് മറ്റുള്ളതുള്ളതായ വസ്തുക്കളോടുള്ളതായ ആ രതി മുഴുവനും ഇല്ലാതായാൽ അത് ഭഗവാനുള്ളതായ ആസക്തിയായിട്ട്, ആ ആസക്തിയെ പോലും ജ്ഞാനമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. ആ വിരഹതാപത്തെയും അടക്കി അവിടെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്, ആ ഭഗവാനെ വേറെ എവിടെയും അന്വേഷിക്കേണ്ട എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ വിരഹം എന്നാൽ എന്താണ്? ഭഗവാൻ വേറെ എവിടെയോ ഇരിക്കുന്നു, താൻ വേറെ എവിടെയോ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വേറെ എവിടെയോ ഇരിക്കുന്നതായ ഭഗവാനെ അടയണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ തേടി പോകുന്നതാണ് ഈ ഭക്തന്റെ അല്ലെങ്കിൽ സാധകന്റേതായ നില. ഭഗവാൻ പിരിഞ്ഞിരിക്കുന്നതായ ആ ഒരു അജ്ഞാനം, അത് തന്നെയാണ് ഇവിടെ വിരഹമായിട്ടും പറയുന്നത്. ഇപ്പൊ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതായ അജ്ഞാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, കാരണം ഭഗവാനെ നമുക്ക് പിരിയാൻ സാധിക്കില്ല, ഒരു ജീവൻ ഒരിക്കലും അതിനാവില്ല എന്നുള്ളതാണ്. പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതോ അത് വെറും ഒരു അജ്ഞാനം മാത്രമാണ്. ഈ അജ്ഞാനം ഇവിടെ ഭക്തിയിലും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കാരണം അതും വേണം, എങ്കിൽ മാത്രമേ മറ്റു വിഷയങ്ങളൊക്കെ ഈ ഭക്തനിൽ നിന്ന് പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോവുകയുള്ളൂ. ഇപ്പോൾ ഗോപസ്ത്രീകൾക്ക് ലോക വിഷയങ്ങളെല്ലാം അവരെ വിട്ടുപോയി കൃഷ്ണനെ കാണണം എന്നുള്ളതായ ഒരു താപം മാത്രമായിക്കൊണ്ട്
ലോകവും വിഷയത്തെയും എല്ലാം വിട്ട് ഭഗവാനെ മാത്രം എന്നുള്ളതായ ഗതി വന്നാല് അവര് വിചാരിക്കും, എന്താണ് ഉദ്ധവ, എന്താണ് എപ്പോഴാണ് ഭഗവാനെ കാണാൻ സാധിക്കുക? അതുകൊണ്ട് ഉദ്ധവ, അവര് വിരഹം കൊണ്ട് അങ്ങനെ സഹിക്കാൻ സാധിക്കാതെ ഇപ്പൊ അവർ ആ ശരീരത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, ആ ശരീരം കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ധവരെ, അങ്ങ് അവിടെ പോയിക്കൊണ്ട് ഞാൻ പ്രത്യേകാത്മാവായിട്ട് അവരിൽ ഇരിക്കുന്നു എന്നുള്ളത്, ഈ സന്ദേശം അവിടെ പോയി അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഉദ്ധവരെ അവിടെ പറഞ്ഞയക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഉദ്ധവര് ആനന്ദത്തോടു കൂടി തേരിൽ കയറിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. സൂര്യാസ്തമയ സമയത്താണ് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരുന്നത് ഉദ്ധവര്. ആ ഉദ്ധവര് എത്തിച്ചേരുന്നതായ സമയത്ത് അവിടെ എല്ലാ ദിക്കിലും പശുക്കളുടെയും പശുക്കുട്ടികളുടെയും എല്ലാം അവരുടെ ആ അമറല്, അതേപോലെ പശുക്കുട്ടികള് ഓടിക്കളിക്കുന്നത്, പശുക്കള് മേഞ്ഞു നടക്കുന്നത് എവിടെ നോക്കിയാലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിക്കിലും അങ്ങനെ ഗോപസ്ത്രീകൾ അവിടേക്കും ഇവിടേക്കൊക്കെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ധൂപദീപങ്ങൾ കൊണ്ട്, പുഷ്പമാല്യങ്ങൾ കൊണ്ട് മനസ്സിനെ ആകർഷിക്കുന്നതായ ആ വൃന്ദാവനം അങ്ങനെ കണ്ടതായ മാത്രയിൽ തന്നെ ആനന്ദത്തോടു കൂടി ഉദ്ധവര് ആ വൃന്ദാവനം മുഴുവനും അങ്ങനെ നോക്കിക്കാണുകയാണ്. എന്നാലോ അവര് പരസ്പരം ഗോപികമാര് ഓരോരുത്തരോടും ശബ്ദത്തോടു കൂടി വിടൂ, വിടരുത്, കൊണ്ടുപോകൂ, കൊണ്ടുവരൂ, കൊടുക്കൂ, സ്വീകരിക്കൂ എന്നീ പ്രകാരമുള്ളതായ പല ശബ്ദങ്ങളോടും കൂടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്നുണ്ട്. ഉദ്ധവര് അവിടെ വന്നതായ സമയത്ത് നന്ദഗോപര് ഓടിച്ചെന്ന് ആ ഉദ്ധവരെ ആലിംഗനം ചെയ്തുകൊണ്ട്, ആരാണ് വന്നിരിക്കുന്നത്? കൃഷ്ണസ്യാനുചരം പ്രിയം നന്ദപ്രീത പരിഷ്വജ്യ വാസുദേവധ്യാർച്ചയൽ. തന്റെ ഗൃഹത്തിൽ വന്നതായ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ അനുചരനായിട്ടുള്ളതായ ആ ഉദ്ധവരെ സന്തോഷം കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പാദ്യാർഘ്യ ആചമനാദികളെല്ലാം ചെയ്ത് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് വിശിഷ്ടമായ ഭക്ഷണമൊക്കെ കൊടുത്ത് മെത്തയിൽ അങ്ങനെ ഇരുത്തിക്കൊണ്ട് ആ ഉദ്ധവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഹേ ഉദ്ധവരെ, പ്രിയ സഖാവായിട്ടുള്ളതായ വസുദേവര് ഇപ്പോഴിതാ സകല ആപത്തിൽ നിന്നും മുക്തനായി തീർന്നിട്ടുണ്ട്. കുട്ടികളോടുകൂടി സുഹൃത്തുക്കളോടുകൂടിയൊക്കെ ആ വസുദേവരെ സുഖമായിട്ട് വർത്തിക്കുന്നില്ലേ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നീട് ആ കംസന്റേതായ ദുർഭരണത്തിൽ നിന്ന് ഭഗവാൻ അവരെ എല്ലാവരെയും, സജ്ജനങ്ങളെയും ധർമ്മശീലരായിട്ടുള്ളതായ അധവന്മാരെ എല്ലാവരെയും രക്ഷിച്ചത് ഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉദ്ധവരോട് നന്ദഗോപര് കണ്ണന്റേതായ ഓരോരോ കഥകള്, അല്ലെങ്കിൽ കണ്ണൻ തങ്ങളെ വിട്ടുപോയിട്ടുള്ളതായ ആ ഓർമ്മയില് ഭഗവാൻ അവിടെ എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം അവിടെ ഉദ്ധവരോട് പറയാണ്. ഭഗവാനെ പറ്റി കൃഷ്ണൻ മാതാവിനെയും സുഹൃത്തുക്കളെയും സഖാക്കളായ ഗോപബാലന്മാരെ, അതേപോലെ ഗോകുലത്തെ, ഗോക്കളെ, വൃന്ദാവനത്തെ, ഗോവർദ്ധനത്തെ എല്ലാം ഓർക്കുന്നുണ്ടോ ഞങ്ങളുടെ കൃഷ്ണൻ? രാത്രി മുഴുവനും ഉദ്ധവരോട് പറഞ്ഞാലും തീരാത്തത്ര ആ ഭഗവാന്റെ കഥകളെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോ ആ കൃഷ്ണന്റെ വീരകൃത്യങ്ങള്, ലീലാവിലാസമാർന്നതായ മനോഹരമായ കണ്ണോട്ടം, പുഞ്ചിരി, സല്ലാപങ്ങള് ഇതൊക്കെ ഓർത്ത് ഉദ്ധവരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. ഉദ്ധവർക്ക് മനസ്സിലായി അവർക്ക് കൃഷ്ണൻ വേറെയാണെന്നോ ഉദ്ധവര് വേറെയാണെന്നോ എന്നും വിചാരമില്ലാതായിരിക്കുന്നു. യശോദയും നന്ദനും ആ കൃഷ്ണകഥകളെ അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ബോധ്യായി ഉദ്ധവർക്ക്. പക്ഷെ എന്താണ്, ഒരു കുറവ് അവരില് അവിടെ കണ്ടു. അവർക്കൊരു ദുഃഖമുണ്ട്. ആ ദുഃഖത്തെ നീക്കാൻ വേണ്ടിക്കൊണ്ട് ഭഗവാൻ ഉദ്ധവരെ അയക്കുന്നത് തന്നെയാണ് ഇവിടേക്ക്. എന്താണ് ആ ദുഃഖം എന്നുണ്ടെങ്കിൽ, ഭക്തി അതിന്റെ പരമകഷ്ടയിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഭക്തിയിൽ നിന്നും കുറച്ച് ഒന്നുകൂടി ഇവര് നീങ്ങേണ്ടതായിട്ടുണ്ട്. അതെന്താണ് എന്നുണ്ടെങ്കിൽ, ഭഗവാൻ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതായ ഒരു ഭാവം അത് നീക്കാനായിട്ടാണ് ഭഗവാൻ ഉദ്ധവരെ അയക്കുന്നതും.
ഉദ്ധവര് പോലും അവരുടെ ആ അവസ്ഥ, ആ ഭക്തിയുടേതായ അവസ്ഥ കണ്ട് ആശ്ചര്യപ്പെട്ട് ഉദ്ധവര് പറയുന്നു, യുവാം ശ്ലാഘ്യതമോ നൂനം ദേഹിനാമിഹ മാനദ നാരായണേ അഖില ഗുരോ യൽകൃത മതിരീദൃശീ. അഖില ഗുരുവായുള്ളതായ ഭഗവാനിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സ് നിൽക്കാൻ സാധിക്കുന്നുള്ളല്ലോ. നിങ്ങൾ എത്ര ജന്മം ചെയ്തതായ തപസ്സിന്റെ ഫലമാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഭഗവാൻ നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും വരും. ഭഗവാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിനാവില്ല ഭഗവാന്. നിങ്ങളോടൊപ്പം തന്നെ ഭഗവാൻ സദാസമയമുണ്ട്. മാഖിദ്യതം മഹാഭാഗോ ദ്രക്ഷ്യത കൃഷ്ണമന്ദികേ അന്തർഹൃദി സഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും അന്തർഭാഗത്ത് കുടികൊള്ളുന്നതായ ആത്മാവ് തന്നെയാണ്. എല്ലാവരുടെയും അന്തരാത്മാവായിട്ട് ഭഗവാൻ വർത്തിക്കുന്നുണ്ട്. അന്തർഹൃദി സഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി. അതേപോലെ സകല ശരീരത്തിലും അന്തർഹൃദയത്തിൽ ആത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ആരോടും പ്രത്യേകിച്ച് പ്രിയമോ അപ്രിയമോ ഒന്നും തന്നെ ആ കൃഷ്ണനില്ല. ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുധാദയ ന ആത്മീയോ ന പരസ്യാപി ന ദേഹോ ജന്മയേവ ച. കൃഷ്ണൻ മകനല്ല എന്ന് എങ്ങനെയാണ് പറയുക? എന്നാൽ അതാണല്ലോ വാസ്തവം. ഭക്തി അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തിയാല് ജ്ഞാനമായിട്ട് തന്നെ അത് മാറും. അതുകൊണ്ട് അവിടെ ഉദ്ധവര് പറഞ്ഞു കൊടുത്തു, ആ ആത്മാവാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയാണ്, ദൃഷ്ടം ശ്രുതം ഭൂതഭവൽ ഭവിഷ്യത് സ്ഥാസ്നുശ്ചരിഷ്ണു മഹദൽപകം ച വിനാച്യുതാദ് വസ്തു തരാം നവാച്യം സയേവ സർവം പരമാർത്ഥഭൂത. ഉദ്ധവര് പറയുന്നു നന്ദനോടും യശോദയോടുമായിട്ട്. ഉദ്ധവര് പറയുന്നതായ സമയത്ത് ഭഗവാനെ പോലത്തെ, ഭഗവാൻ പറയുന്നത് പോലെ തന്നെയാണ് അവരത് കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പുത്രൻ എന്ന് പറയുന്നതായ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണൻ ആത്മാവാണ്. ഹൃദയത്തിൽ ബോധസ്വരൂപനായിട്ട് സാക്ഷിയായിട്ട് സദാസമയം വർത്തിക്കുന്നവനാണ് ആ കൃഷ്ണൻ. കൃഷ്ണൻ പ്രേമം കൊണ്ട് നിങ്ങളിതാ ലോകമൊക്കെ മറന്നിട്ടുണ്ട്. ഇനി ഭഗവാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി ഇല്ലാതായാല് ആ കൃഷ്ണൻ ഒരിക്കലും നിങ്ങളെ പിരിയില്ല. സദാസമയവും നിങ്ങളിൽ ആ കൃഷ്ണനുണ്ട്. ദൃഷ്ടം ശ്രുതം, പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, അതേപോലെ കേൾക്കുന്നത്, കഴിഞ്ഞിട്ടുള്ളതായ കാര്യങ്ങള്, ഇപ്പോൾ നടക്കുന്നത്, വരാനുള്ളത്, ഭൂതഭവം ഭവിഷ്യത്, ഭൂതം വർത്തമാനം ഭാവി, ചലിക്കുന്നത് ചലിക്കാത്തത്, മഹദൽപകം ച, അണുവായിട്ടുള്ളത്, ബൃഹത്തായിട്ട് ഈ ബ്രഹ്മാണ്ഡമായിട്ടുള്ളത്, ഇതിൽ എല്ലാറ്റിലും അച്യുതനെ നീക്കിയാല് വസ്തുതരാം നവാച്യം, ഒരു വസ്തുവായിട്ട് ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ പ്രപഞ്ചമേ ഇല്ല. സയേവ സർവം പരമാർത്ഥഭൂത, പരമാർത്ഥമായ വസ്തുവായിട്ട് അച്യുതനെ വിട്ട് ഒരു പൊരുള് ഇവിടെ ഇല്ല എന്ന് ഉദ്ധവര് പറഞ്ഞു കൊടുക്കുകയാണ്. അത്ഭുതമായ ഉപദേശം. ആ ഭഗവത് തത്വം അങ്ങനെ സംസാരിച്ച് യശോദയ്ക്കും നന്ദർക്കും മനസ്സ് ആ ഭഗവാനിൽ തന്നെ അങ്ങോട്ട് നിൽക്കാൻ സാധിച്ചു. ആ സ്വരൂപത്തിൽ അങ്ങോട്ട് ലയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രഭാതമായി ഗോപസ്ത്രീകള് എല്ലാവരും കാലത്ത് തന്നെ എഴുന്നേറ്റ് ഭഗവാന്റെ കീർത്തനങ്ങൾ അങ്ങനെ പാടി എഴുന്നേൽക്കുകയാണ് അവരെല്ലാവരും. ഗോപ്യസമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തൂൻ സമഭ്യർച്ച ദദീന്യമന്ധൻ, വിളക്ക് വെച്ച് പൂജ ചെയ്ത് തൈര് അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഉദ്ഗായദീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പ്രശധ്വനി ദഗ്നശ്ച നിർമന്ധന ശബ്ദമിശ്രിതോ നിരസ്യതേന ദിശാം അമംഗളം. ദിക്കുകൾ മുഴുവനും ഗോവിന്ദ ദാമോദര മാധവേദി.
ആ ഭഗവാന്റെ കീർത്തനങ്ങൾ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് രാവിലെ ഗോപികമാരെല്ലാവരും എഴുന്നേറ്റതായ സമയത്ത് നന്ദഗോപരുടെ വീടിന്റെ മുന്നില് സ്വർണ്ണത്തേരി നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽ വീഴുകയാണ്. അത് കണ്ട ഗോപസ്ത്രീകള്, ആരാണ് ഈ വന്നിരിക്കുന്നത്? അക്രൂരൻ വന്നുവോ? ഭഗവാനുമായിട്ട് അക്രൂരൻ വന്നിട്ടുണ്ടോ? അക്രൂരൻ എന്തിനാണ് ഇനി ഇവിടെ വരേണ്ടത്? അക്രൂരൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കന്നെ അവർക്ക് ദേഷ്യമുള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ സന്ധ്യാവന്ദനമെല്ലാം കഴിഞ്ഞ് നോക്കുന്നതായ സമയത്ത് ഉദ്ധവര്, അത് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് ഉദ്ധവര് ഭഗവാന്റെ അതേ രൂപത്തോടുകൂടി ഭഗവാന്റെ പീതാംബരം അങ്ങനെയെല്ലാം ഉടുത്തുകൊണ്ട്, ഉദ്ധവർക്കെല്ലാം തന്നെ ഭഗവാന്റെ ഉച്ഛിഷ്ടം മതി. ഭഗവാൻ അഴിച്ചു വെച്ചതായ പീതാംബരമാണ് ഉടുത്തിരിക്കുന്നത്. ഭഗവാൻ അണിഞ്ഞതായ വനമാല അണിഞ്ഞുകൊണ്ട് ഭഗവാന്റെ മയിൽപ്പീൽ വെച്ച് ഭഗവാൻ അണിഞ്ഞ ശേഷമുള്ളതായ ചന്ദനം തൊട്ട് കണ്ടാലോ ഭഗവാനെ പോലെ തന്നെ ഉണ്ട്. കറുപ്പ് നിറം, ചേഷ്ടകളെല്ലാം ഭഗവാന്റെ പോലെ. ഭക്തി കൊണ്ട് താതാത്മ്യം വന്നിട്ടുണ്ട് ഉദ്ധവർക്ക്. സാരൂപ്യ ഭാവം ഉദ്ധവർക്ക് കൈവന്നിട്ടുണ്ട്. അങ്ങനെ ഉദ്ധവര് നന്ദഗോപന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഗോപികമാര് ഇത് ദൂരെ നിന്ന് തന്നെ കാണുകയാണ്. അങ്ങനെയുള്ളതായ ഭാഗം വരയ്ക്കാണ് ഇവിടെ ഈ 46-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ളതായ ഭാഗങ്ങളാണ് നമുക്ക് 47-ാമത്തെ അധ്യായത്തില്. ഈ 47-ാമത്തെ അധ്യായം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.